യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പുറന്തള്ളൽ കേരളത്തിലെ കോൺഗ്രസിനും പ്രത്യേകിച്ച് യുവജന വിഭാഗത്തിനുമിടയിൽ ശക്തമായ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പാർട്ടി വിശ്വാസ്യതയ്ക്കും പ്രതിച്ഛായയ്ക്കും ഗുരുതരമായ ക്ഷതമേൽപ്പിച്ചെന്ന പാർട്ടി തന്നെ ഉൾക്കൊള്ളുന്ന വിഷയമായി മാറിയിരിക്കുന്നു. ഒരു യുവ മോഡലായ വനിത ഉയർത്തിയ ആരോപണങ്ങളോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. എന്നാൽ പിന്നീട് നിരവധി യുവതികളും സമാനമായ പരാതികൾ പാർട്ടി നേതൃത്വത്തോട് ഉന്നയിക്കുകയും തെളിവുകൾ പുറത്തുവിടുകയും ചെയ്ത സാഹചര്യത്തിലാണ് വിഷയം കൂടുതൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. തുടർന്ന് രൂക്ഷമായ വിമർശനമാണ് പാർട്ടിക്കെതിരെ പൊതുസമൂഹത്തിനിടയിലും പാർട്ടിക്കുള്ളിലും ഉയർന്നിരിക്കുന്നത്. ശബ്ദ സന്ദേശങ്ങളും ചാറ്റ് സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നതിനെ തുടർന്ന് ഹൈക്കമാൻഡ് ഇടപെട്ട രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത്. ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകളിൽ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത് രാഹുലിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നത് ആരായിരിക്കുമെന്ന ചർച്ചയാണ്. പാർട്ടിക്കകത്ത് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് നിലവിലെ ആരോപണ വിഷയം മറികടക്കാൻ പുരുഷന്മാർക്ക് പകരം സ്ത്രീകളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് പ്രധാന ആവശ്യം. നടിക്കെതിരായ ആക്രമണത്തിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വനിതാ പ്രതിനിധി വിജയിച്ചു കയറിയത് അമ്മയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ സഹായിച്ചതുപോലെ യൂത്ത് കോൺഗ്രസിന്റെയും നിലവിലെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ കോൺഗ്രസ് ഒരു വനിതയെ നിർത്തുന്നതിൽ അത്ഭുതപ്പെടാനില്ല. നിലവിലെ നേതാക്കളുടെ മനസ്സിൽ സജീവമായി പരിഗണിക്കപ്പെടുന്ന നേതാക്കൾ KM അഭിജിത്ത്, മുൻ KSU സംസ്ഥാന പ്രസിഡന്റ്, കോഴിക്കോട് സർവകലാശാല യൂണിയൻ ചെയർമാൻ എന്നീ നിലകളിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്തിൽ മത്സരിച്ചിട്ടുള്ള നേതാവാണ്. എങ്കിലും സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല എന്നതാണ് വലിയ പോരായ്മയായി പാർട്ടി പരിഗണിക്കുന്നത്. രണ്ടാമതായി അബിൻ വർക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന നിലയിലും 2021 നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെതിരെ മത്സരിച്ച് 2ാം സ്ഥാനത്ത് വന്നിരുന്നു. പ്രസംഗങ്ങളും ചാനൽ ചർച്ചകളിലൂടെയും കോൺഗ്രസ് പ്രവർത്തകരിൽ മികച്ച സ്വീകരണമുള്ള നേതാവുമാണ്. മൂന്നാമതായി പാർട്ടി പരിഗണിക്കുന്നത് ബിനു ചുള്ളിയിലാണ്. നിലവിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയും മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല എന്നതാണ് പ്രധാന തടസ്സം. വനിതാ നേതാക്കളുടെ പേരുകളിൽ പ്രധാനമായും ഉയർന്നു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പദവിയിലേക്ക് ഒരു വനിതയെ കൊണ്ടുവരണമെന്നാണ് പാർട്ടി ആഭ്യന്തര ചർച്ചയിൽ ശക്തമായി ഉയർത്തുന്നത്. പ്രധാനമായും അരിത ബാബു സംസ്ഥാന ഉപാധ്യക്ഷയും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗവും 2021 കായംകുളം മണ്ഡലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയെ എന്ന നിലയ്ക്കുമാണ് പരിഗണിക്കുന്നത്. കൂടാതെ ഷിബിന VK കണ്ണൂർ സ്വദേശിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷയും അടുത്തിടെ അഖിലേന്ത്യാ സെക്രട്ടറിയായി നിയമിതയായും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. സമരമുഖങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ സജീവ സാന്നിധ്യവുമാണ്. മൂന്നാമതായി RV സ്നേഹ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന രീതിയിലും ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്ന നിലയിലും കൂടാതെ രാഹുലിനെതിരെ പാർട്ടി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ആദ്യമായി പ്രതികരിച്ച നേതാവ് എന്ന നിലയിലും ശ്രദ്ധേയയായ വനിതയാണ്. അതുപോലെ പരിഗണിക്കുന്ന മറ്റൊരു സുപ്രധാന വ്യക്തിയാണ് ഡോക്ടർ സോയ ജോസഫ്. സംസ്ഥാന സെക്രട്ടറിയായും സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായ മുഖവുമാണ്. യുവജനങ്ങളിൽ നല്ല സ്വാധീനം ചെലുത്തുന്ന നേതാക്കളിൽ ഒരാൾ. വനിതാ നേതൃത്വത്തെക്കുറിച്ചുള്ള ചർച്ച കോൺഗ്രസിൽ തീവ്രമായി തന്നെ നടക്കുന്നുണ്ട്. ചരിത്രത്തിൽ KPCCയിലോ യൂത്ത് കോൺഗ്രസിലോ KSUവിലോ ഇതുവരെ വനിതാ അധ്യക്ഷന്മാരായില്ലെന്നതാണ് ശ്രദ്ധേയമാകുന്നത്. വരാനിരിക്കുന്ന 2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനോടും അനുബന്ധിച്ച് സ്ത്രീ നേതൃത്വത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നത് പാർട്ടിക്കും വലിയ നേട്ടമായി മാറും എന്നുള്ളത് പരിഗണിച്ചാണ് ഇത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറത്താകലിലൂടെ കോൺഗ്രസിന് മുറിവേറ്റ വിശ്വാസ്യത വീണ്ടെടുക്കാൻ ഒരു വനിതാ നേതാവിനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്ന ആശയം പാർട്ടി ഹൈക്കമാൻഡിനുള്ളിൽ തന്നെ ശക്തിപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ കോൺഗ്രസ് പാർട്ടി അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് സൂചന.